ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാജ്യം നാളെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തും. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും പരിശോധിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിന് സ്പോൺസറെ നിശ്ചയിച്ചത് ആവശ്യമായ പരിശോധനകളില്ലാതെയും ചട്ടങ്ങൾ പാലിക്കാതെയുമെന്ന് മന്ത്രി. DYFI സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി തൃശൂർ. ഈ മാസം 19 മുതൽ 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമും സെക്രട്ടറിയായി M വിജിനും നേതൃനിരയിലേക്ക്. മണ്ണുത്തി കാളത്തോട് വൻ സ്പിരിറ്റ് വേട്ട. 3500 ലിറ്റർ സ്പിരിറ്റ് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടി. മുളയത്ത് വാറ്റ് കേന്ദ്രത്തിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ 1200 ലിറ്റർ വാഷും 10 ലിറ്റർ ചാരായവും പിടികൂടി. തൃശൂർ കിഴക്കേക്കോട്ട ചെമ്പൂക്കാവ് ഔട്ടർ റിംഗ് റോഡ് നവീകരണം വാഗ്ദാനത്തിൽ ഒതുങ്ങിയതോടെ പെൻഷൻമൂല ജംഗ്ഷനിൽ വൻ ഗതാഗതക്കുരുക്ക്. പെൻഷൻമൂല ഉൾപ്പെടെ നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ അടിയന്തരമായി വികസിപ്പിക്കുമെന്ന് രാജൻ ജെ പല്ലൻ MLA. സപ്ലൈകോ ജില്ലാതല ഓണം ഫെയറിന് തുടക്കമായി. വിവിധ വിഭാഗങ്ങളിലായി സ്പെഷ്യൽ കിറ്റുകൾ ഒരുക്കി സപ്ലൈകോ. തങ്ങാലൂരിൽ അമ്പലപ്പറമ്പിലും ബസ് സ്റ്റോപ്പിലുമായി കഴിഞ്ഞിരുന്ന വയോധികയുടെ സംരക്ഷണം ബന്ധുക്കൾ ഏറ്റെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വാർത്തകൾ വിശദമായി. രാജ്യം നാളെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. ജില്ലാതല സ്വാതന്ത്ര്യദിന പരിപാടികൾ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. രാവിലെ 9-ന് മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിന പരേഡിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ്, സേനാ വിഭാഗങ്ങളും NCC. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് പരിശോധന ശക്തമാക്കി. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പിടഞ്ഞു മരിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണകളിൽ നാടെങ്ങും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TCV. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മൂവർണ്ണങ്ങളിൽ കലാസൃഷ്ടിയൊരുക്കി ചേറൂർ സ്വദേശി. കുരുത്തോലയിൽ കരവിരുതുകൊണ്ട് വിസ്മയം തീർക്കുന്ന ചേറൂർ സ്വദേശി നവനീത് നാരായണൻകുട്ടിയാണ് വാഴപ്പിണ്ടിയും ഓലയും ത്രിവർണ്ണങ്ങളിലുള്ള തുണിയും ഉപയോഗിച്ച് കലാസൃഷ്ടിയൊരുക്കിയത്. നിലത്തുറപ്പിച്ച വാഴപ്പിണ്ടിയിൽ ഇലകളുടെ സ്ഥാനത്ത് ഓലകൾ കുത്തി നിർത്തി. പിണ്ടിയും ഓലകളും ത്രിവർണ്ണ റിബൺ കൊണ്ട് പൊതിഞ്ഞാണ് കലാസൃഷ്ടി ഒരുക്കിയത്. ഓല കൊണ്ട് പിണ്ടിയുടെ പാദം കലാപരമായി അലങ്കരിച്ചതോടെ അതൊരു മൂവർണ്ണ ചെടിയുടെ കൗതുക കാഴ്ചയായി മാറി. അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിന് സ്പോൺസറെ നിശ്ചയിച്ചത് ആവശ്യമായ പരിശോധനകളില്ലാതെയും ചട്ടങ്ങൾ പാലിക്കാതെയുമെന്ന് കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്പോൺസറെ നിശ്ചയിച്ചത് രാഷ്ട്രീയ ബിസിനസ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിലൊന്നും നടത്തേണ്ടതായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. നിലവിൽ ഈ വിഷയം അന്വേഷണ പരിധിയിലാണ്. ഉദ്യോഗതലത്തിലുള്ള തർക്കങ്ങളുടെ ഫലമാണ് ഇപ്പോഴത്തെ വിവാദമെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിന്റെ ആദ്യ കത്തിടപാട് നടന്നു തുടങ്ങുന്ന സമയം മുതൽ 2 വർഷക്കാലം മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇമെയിലിൽ നിന്ന് ഈ ഗോട്ടാടുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ നടത്തുന്ന സമയം മുതൽ അതിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി കുറിപ്പ് മാത്രമാണ് വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ മുതൽ ഏറ്റവും അവസാനം ഘട്ടം വരെയുള്ള ഒരു ഘട്ടത്തിലും പ്രൊസീജിയർ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് തന്നെ പലപ്പോഴും അവരതിന് വഴങ്ങാതെ നിൽക്കുന്ന ഘട്ടങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ പ്രൊസീജിയറൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പം രാഷ്ട്രീയമായ സംരക്ഷണങ്ങൾക്കൊപ്പം വ്യക്തിപരമായ കച്ചവട താല്പര്യങ്ങളും അതിന്റെ പുറകിലുണ്ടായിട്ടുണ്ട്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് കായിക വകുപ്പിന്റെ നിലപാട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിൽ
സംഘടന നടപടിയെടുത്തിട്ടുണ്ടെന്നും തന്റെ പേഴ്സണൽ സ്റ്റാഫ് ഗതാഗത നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന നടപടികൾ നേരിടട്ടെയെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് പ്രത്യേകിച്ച് ഭരണഘടനാപരമായ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അവർ കുറ്റം ചെയ്താൽ, അവർ തെറ്റ് ചെയ്താൽ, അവർ ട്രാഫിക് നിയമം ലംഘിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണോ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫൈൻ അവർ അടയ്ക്കേണ്ടതായിട്ട് വരും. ആ കേസിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. സ്വാഭാവികമായി സംഘടനാപരമായി നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എടുക്കേണ്ടതായ നടപടി സ്വാഭാവികമായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അന്ന് തന്നെ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് അനുവാദത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി മാറുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നായിരുന്നു മറുപടി. ഞാൻ തുടരണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും തുടരേണ്ടതും മാറേണ്ടതുമായ പദവിയാണ്. TCV തൃശൂർ. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഒരുങ്ങി തൃശൂർ. ഈ മാസം 19 മുതൽ 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമും സെക്രട്ടറിയായി M വിജിനും നേതൃനിരയിലേക്കെത്തും. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുകയാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ചേരുന്നത്. 2022 പത്തനംതിട്ടയിലായിരുന്നു ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം നടന്നത്. അന്നാണ് V വസീഫ് പ്രസിഡന്റും VK സനോജ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി നിലവിൽ വന്നത്. അതിനുശേഷം 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നത്. സാധാരണഗതിയിൽ 3 വർഷത്തിലൊരിക്കലാണ് സമ്മേളനം നടക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ 4 വർഷത്തെ ഇടവേള വേണ്ടി വന്നു. തൃശൂരിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആരായിരിക്കും സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. CPM ഫ്രാക്ഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലത്ത് നിന്നുള്ള ചിന്താ ജെറോം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ആദ്യ വനിതാ സംസ്ഥാന പ്രസിഡന്റാകും ചിന്താ ജെറോം. കല്യാശ്ശേരി MLA M വിജിൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാകും. ആലപ്പുഴയിൽ നിന്നുള്ള R രാഹുൽ ആയിരിക്കും സംസ്ഥാന ട്രഷറർ. ഒട്ടേറെ വിമർശനങ്ങൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഡിവൈഎഫ്ഐ സർക്കാർ വിലാസം സംഘടനയെ അധപതിച്ചു പോയോ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രതിനിധികളിൽ നിന്നും രൂക്ഷമായ വിമർശനം ഉയരുമ്പോൾ നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിന്താ ജെറോം എത്തുമ്പോൾ ആര്യ രാജേന്ദ്രന്റെ പേരിനെ വെട്ടിയാണ് ചിന്താ ജെറോം ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആര്യ രാജേന്ദ്രന് വേണ്ടി അണിയറയിൽ നടന്ന ചരടുവലികളെല്ലാം അപ്രസക്തമാക്കി ചിന്താ ജെറോം ആ സ്ഥാനത്തേക്ക് എത്തുകയാണ്. 38 വയസ്സ് പ്രായപരിധി കർശനമാക്കിയതോടുകൂടി പലരും നേതൃനിരയിൽ നിന്ന് പുറത്താകുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും തൃശൂർ സമ്മേളനം. പക്ഷേ അപ്പോഴും ഒരു ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. കൃത്യമായ ഇടവേളയിൽ സമ്മേളനം നടക്കാത്തതുകൊണ്ട് പലർക്കും ഭാരവാഹി സ്ഥാനത്തേക്ക് എത്താൻ കഴിയാത്തൊരു വിഷയവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രധാന ജില്ലാ ഭാരവാഹികളിൽ ഒരാൾ വനിതയായിരിക്കണം എന്നുള്ള നിബന്ധനയിൽ വെള്ളം ചേർത്തതായിട്ടുള്ള ഒരു ആരോപണവും ഇതിനിടെ ഉയരുന്നുണ്ട്. ആകെ 4 വനിതാ ജില്ലാ പ്രസിഡന്റുമാർ മാത്രമേ ഇപ്പോൾ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു ജില്ലയിലും സെക്രട്ടറി സ്ഥാനം വനിതകൾക്ക് നൽകിയിട്ടുമില്ല. കണ്ണൂർ, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലാണ് പ്രസിഡന്റായി വനിതകൾ എത്തിയത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ട്രഷറർ സ്ഥാനം വനിതകൾക്ക് നൽകി. എല്ലാ കമ്മിറ്റികളിലും കുറഞ്ഞത് 20% പേർ വനിതകളായിരിക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നിബന്ധന. വെറും കമ്മിറ്റി അംഗങ്ങൾ എന്നതിലുപരി പ്രധാനപ്പെട്ട ഭാരവാഹി സ്ഥാനത്തേക്ക് വനിതകളെ കൊണ്ടുവരണം എന്നാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. എന്തായാലും തൃശൂരിൽ സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ ഡിവൈഎഫ്ഐ അതിൻ്റെ സംഘടനാശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനുണ്ട്. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ.
പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. മണ്ണുത്തി കാളത്തോട് വൻ സ്പിരിറ്റ് വേട്ട. വീട്ടിൽ നിന്ന് 3500 ലിറ്റർ സ്പിരിറ്റ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത്. വാടാനപ്പള്ളി സ്വദേശി റഷീദ് വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്നുമായാണ് സ്പിരിറ്റ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നത്തങ്ങാടി സ്വദേശി ഇല്ലിക്കൽ വീട്ടിൽ അജയ് സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 101 കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. 60 കന്നാസുകളിൽ സ്പിരിറ്റ് വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 പിക്കപ്പ് വാനിൽ നിന്നും 41 കന്നാസ് സ്പിരിറ്റ് വീടിന്റെ ഉള്ളിൽ നിന്നുമാണ് പിടിച്ചെടുത്തത്. മണ്ണുത്തി SHO ബിജു, SI ശ്രീഹരി, തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് SI ബിബിൻ P നായർ തുടങ്ങിയവർ സ്പിരിറ്റ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മണ്ണുത്തി മുളയം കൊട്ടിലംപറമ്പിൽ അനധികൃത ചാരായ വാറ്റ് കേന്ദ്രം കണ്ടെത്തി. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ 1200 ലിറ്റർ വാഷും 10 ലിറ്റർ ചാരായവും ചാരായം വാറ്റുന്നതിനുള്ള ഗ്യാസ് അടുപ്പ് അടക്കമുള്ള സാധന സാമഗ്രികളും കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിലംപറമ്പ് സ്വദേശി ഇളയേടത്ത് വീട്ടിൽ നിതിനെ അറസ്റ്റ് ചെയ്തു. നിതിന്റെ സ്ഥലത്തെ ഷെഡിൽ നിന്നാണ് വാഷ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ N സന്തോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VM ജബ്ബാർ, KN സുരേഷ്, തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺ കുമാർ, K ഗിരീഷ്, NR രാജു, കൃഷ്ണപ്രസാദ്, പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, നിതിൻ മാധവ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷാജിദ്, NR അനൂപ് ദാസ് തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ കിഴക്കേക്കോട്ട ചെമ്പൂക്കാവ് ഔട്ടർ റിംഗ് റോഡ് നവീകരണം വാഗ്ദാനത്തിൽ ഒതുങ്ങിയതോടെ പെൻഷൻമൂല ജംഗ്ഷനിൽ വൻ ഗതാഗതക്കുരുക്ക്. പെൻഷൻമൂല ഉൾപ്പെടെ നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ അടിയന്തരമായി വികസിപ്പിക്കുമെന്ന് രാജൻ ജെ പല്ലൻ MLA വ്യക്തമാക്കി. തൃശൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനായി വിഭാവനം ചെയ്ത കിഴക്കേക്കോട്ട മ്യൂസിയം ബിഷപ്പ് ഹൌസ് ഔട്ടർ റിംഗ് റോഡാണ് ഇപ്പോൾ യാത്രക്കാർക്ക് അഴിയാക്കുരുക്കായി മാറിയിരിക്കുന്നത്. പെൻഷൻമൂല 4 കൂടിയ ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിക്കാത്തതും റോഡിൽ പാകിയ കോൺക്രീറ്റ് കട്ടകൾ ഇടിഞ്ഞു താഴ്ന്നതും മാൻഹോളിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്നു കിടക്കുന്നതും ഇവിടെ മിക്കപ്പോഴും രൂക്ഷമായ ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൂടി പെൻഷൻമൂല ജംഗ്ഷനിലേക്ക് എത്തുന്നതോടെ ഗതാഗതം സ്തംഭിക്കുന്ന വിധം കുരുക്ക് രൂക്ഷമാകും. പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും വിശേഷ ദിവസങ്ങളിലും 4 ഭാഗത്തും വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത് പതിവ് ദൃശ്യങ്ങളാണ്. തൃശൂർ നഗരം ഒഴിവാക്കി കുന്നംകുളം വടക്കാഞ്ചേരി ഭാഗത്തുനിന്നും പാലക്കാട് എറണാകുളം ഭാഗത്തുനിന്നും വരുന്ന വലിയ കണ്ടെയ്നറുകളടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. ഔട്ടർ റിംഗ് റോഡ് വീതി കൂട്ടി നവീകരിക്കാനായി മുൻ MLA P ബാലചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല. അതേസമയം പെൻഷൻമൂല ജംഗ്ഷൻ, പെരിങ്ങാവ്, മുണ്ടുപാലം ജംഗ്ഷനുകൾ അടിയന്തരമായി വികസിപ്പിക്കുമെന്നും പെൻഷൻമൂല വികസനവുമായി ബന്ധപ്പെട്ട് PWD ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും രാജൻ ജെ പല്ലൻ MLA പറഞ്ഞു. പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ അടിയന്തരമായി നമ്മൾ ജംഗ്ഷൻ ഡെവലപ്മെന്റ് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പെൻഷൻമൂല. അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷൻ വികസനങ്ങളൊക്കെ കാലങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓണാവധിക്കാലം കൂടി വരുന്നതോടെ ഇനിയും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് വാഹനയാത്രികരും പ്രദേശവാസികളും. TCV ന്യൂസ്, തൃശൂർ. സപ്ലൈകോയുടെ ഓണം ജില്ലാ ഫെയറിന് തൃശൂരിൽ തുടക്കമായി. ഭക്ഷ്യവസ്തുക്കൾ വൻ വിലക്കുറവിലും ഓഫറുകളിലൂടെയും ഓണം ജില്ലാ ഫെയറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും.
തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ ജോയ് ബാസ്റ്റിൻ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, സപ്ലൈകോ പാലക്കാട് മേഖലാ മാനേജർ G സുമ, ജില്ലാ സപ്ലൈ ഓഫീസർ TJ ആശ എന്നിവർ പങ്കെടുത്തു. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന 299 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ്, 1000 രൂപയുടെ അത്തം കിറ്റ്, 1500 രൂപയുടെ ഉത്രാടം കിറ്റ്, 2000 രൂപയുടെ തിരുവോണ കിറ്റ് എന്നിവയും ഉപഭോക്താക്കളായി ഇക്കുറി സപ്ലൈകോ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേക സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. TCV വാർത്ത ഫലം കണ്ടു. വെയിലും മഴയുമേറ്റ് വർഷങ്ങളായി അമ്പലപ്പറമ്പിലും ബസ് സ്റ്റോപ്പിലുമായി കഴിഞ്ഞിരുന്ന വയോധികയുടെ സംരക്ഷണം ബന്ധുക്കൾ ഏറ്റെടുത്തു. അവണൂർ തങ്ങാലൂരിലെ ബസ് സ്റ്റോപ്പിലും അമ്പലപ്പറമ്പിലുമായി കഴിഞ്ഞു വന്ന 72കാരി ലക്ഷ്മിക്കാണ് തണലൊരുങ്ങിയത്. സെന്റ് ജോസഫ് പള്ളിക്ക് സമീപമുള്ള ബസ് സ്റ്റോപ്പിലായിരുന്നു ഏറെക്കാലമായി ലക്ഷ്മിയുടെ താമസം. ഇടയ്ക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച ഇവർ പരിസരവാസികളെയും ബസ് കാത്തു നിൽക്കുന്നവരെയും ചീത്ത പറയുന്നതും പതിവായിരുന്നു. പലകുറി വാർഡ് മെമ്പർ ഇടപെട്ട് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇവർ തയ്യാറായില്ല. എന്നാൽ ഇവരെ സ്നേഹാലയത്തിലോ മറ്റോ പുനരധിവസിപ്പിച്ച് സംരക്ഷണം ഉറപ്പാക്കണമെന്ന പ്രദേശവാസികളായ ഷിനോജിന്റെയും രജീഷിന്റെയും ആവശ്യമാണ് ഒടുവിൽ ലക്ഷ്മിക്ക് തണലൊരുങ്ങാൻ കാരണമായത്. ഇവരുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യനീതി ഓഫീസർ പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം വകുപ്പ് കൗൺസിലർ സുജൻ നേരിട്ട് അന്വേഷണം നടത്തി. തുടർന്ന് ലക്ഷ്മിയുടെ ബന്ധുക്കളുമായി നേരിട്ടിടപെട്ട് സംരക്ഷണ ചുമതല ഉറപ്പാക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെയും പോലീസിന്റെയും സഹായത്തോടെ ലക്ഷ്മിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷം ബന്ധുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിവാഹിതയായ ലക്ഷ്മിക്ക് 2 സഹോദരിമാരും സഹോദരനുമാണുള്ളത്. ഇവരുടെ സംരക്ഷണയിലാകും ഇനി ലക്ഷ്മിയുടെ താമസം. ഏതാനും ദിവസം മുൻപാണ് ലക്ഷ്മിയെ സംബന്ധിച്ച വാർത്ത TCV സംപ്രേഷണം ചെയ്തത്. TCV തൃശൂർ. 3 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 11 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷ വിധിച്ചു. പന്നിത്തടം നീണ്ടൂർ ദുബായ് റോഡിൽ അരങ്ങത്ത് പറമ്പിൽ ഇബ്രാഹിമിനെയാണ് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. അതിജീവിതയുടെ അയൽവാസിയും കുടുംബസുഹൃത്തുമായ പ്രതി അതിജീവിതയ്ക്ക് മിഠായിയും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് അടുപ്പം സ്ഥാപിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു. അതിജീവിത കരയുന്നത് കേട്ടെത്തിയ സഹോദരിയാണ് വിവരം വീട്ടുകാരെ അറിയിച്ചത്. എരുമപ്പെട്ടി പോലീസാണ് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് കോടതിയിൽ ഹാജരായി. പ്രതി പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകാനും അല്ലാത്ത പക്ഷം വിവിധ വകുപ്പുകളിലായി 1 വർഷം അധിക തടവ് അനുഭവിക്കുന്നതിനും കോടതി ഉത്തരവിട്ടു. തൃശൂർ നഗരത്തിലെ സബ്വേയിൽ മധ്യവയസ്കനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അറസ്റ്റിലായ പ്രതി വലക്കാവ് സ്വദേശി ചെമ്പൻ ശരത്തിനെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. MO റോഡ് ജംഗ്ഷനിലെ സബ്വേയിൽ വെച്ചാണ് ക്രൂരമർദ്ദനത്തെ തുടർന്ന് തമിഴ്നാട് സ്വദേശി തങ്കദുരൈ കൊല്ലപ്പെട്ടത്. അറസ്റ്റിലായ ശരത്തും കൊല്ലപ്പെട്ട തങ്കദുരയും തമ്മിൽ സബ്വേക്കുള്ളിൽ വെച്ച് വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്നാണ് ക്രൂരമർദ്ദനം നടന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഗുരുവായൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്ന് തുറന്നു സമ്മതിച്ച ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് ചിങ്ങം 1 മുൻപ് തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അടച്ചുകെട്ടിയത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിത്തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ CS സൂരജ്, ആൻഡോ തോമസ്, K നവാസ്, KJ ചാക്കോ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, KP ഉദയൻ, OKR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ. ബമ്പർ സമ്മാനമായി EV കാർ.
മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ പരിപാടിക്ക് ശേഷം സ്ഥലത്ത് ചാണകവെള്ളം തളിച്ച BJP സംഘപരിവാർ സംഘടനയുടെ നടപടിക്കെതിരെ തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. തെക്കേ ഗോപുരിയിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിനിന് മുകളിൽ വെച്ച് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. കാട്ടൂർ സ്വദേശി എറാട്ടുപറമ്പിൽ 50 വയസ്സുള്ള സജിയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മഴ നനയാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടുന്നതിനായിരുന്നു ട്രെയിന് മുകളിൽ കയറിയത്. മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. മതിലകം പുതിയകാവിൽ SR ഗോൾഡ് എന്ന പേരിൽ ജ്വല്ലറി ആരംഭിക്കാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പാപ്പിനിവട്ടം ചിറ്റൂർക്കാട്ടിൽ വീട്ടിൽ സുധീർ, ഭാര്യ സുബൈദ എന്നിവരെയാണ് പൊന്നാനിയിൽ നിന്ന് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 കോടി രൂപ നിക്ഷേപിച്ചാൽ ജ്വല്ലറിയിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് പാലക്കാട് കുഴൽമന്ദം സ്വദേശിയിൽ നിന്ന് പ്രതികൾ പണം തട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. മതിലകം SHO S രജീഷ്, SI നെസിയ M സാഹിബ്, GS CPOമാരായ പ്രബിൻ, ഷനിൽ, ഷിജീഷ്, CPO ദിവ്യ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന MDMAയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ പഴുവിൽ വെസ്റ്റ് ജയ്ഹിന്ദ് റോഡ് സ്വദേശിയായ ചെമ്പകശ്ശേരി വീട്ടിൽ സംജിത്തിനെയാണ് അന്തിക്കട പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് MDMA, ഡിജിറ്റൽ ത്രാസ്, 52,200 രൂപ, 3 സിറിഞ്ചുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. അന്തിക്കാട് SI TV ഋഷിപ്രസാദ്, CPOമാരായ അനൂപ്, ശ്രീയേഷ്, ആതിര, ലക്ഷ്മി, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI ഷൈൻ, കൃഷ്ണദാസ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ DMO ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. KGNA ജില്ലാ പ്രസിഡന്റ് KK ഷീജ അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, KGNA സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ, സംസ്ഥാന പ്രസിഡന്റ് T ഷൈനി ആന്റണി, ജനറൽ കൺവീനർ NB സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിനെതിരെ സെപ്റ്റംബർ 1 ഡൽഹി രാംലീല മൈതാനത്ത് CPIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് യാത്ര ചെയ്യുന്നതിന് ബുക്ക് ചെയ്തിരുന്ന ട്രെയിൻ റദ്ദാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. 10 ലക്ഷം രൂപ മുൻകൂട്ടി അടച്ച് ബുക്ക് ചെയ്ത ട്രെയിനാണ് പണം തിരികെ നൽകി റെയിൽവേ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. പ്രതിഷേധ മാർച്ച് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MLA K രാജൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, മുൻ MLA P ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ VS പ്രിൻസ്, ഷീല വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ഷീന പറയങ്ങാട്ടിൽ, സാറാമ റോബ്സൺ, T പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗങ്ങൾ 17 മുതൽ 19 വരെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് യോഗം 17 ഉച്ചയ്ക്ക് 2 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. മുനിസിപ്പൽ കൗൺസിലർമാരുടെ യോഗം 18 രാവിലെ 11 തൃശൂർ ടൗൺ ഹാളിലും
കോർപ്പറേഷൻ കൗൺസിലർമാരുടെ യോഗം 19 രാവിലെ 11 തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലും നടക്കും. അതിരപ്പള്ളി പ്ലാന്റേഷൻ തോട്ടത്തിൽ കാട്ടാനക്കൂട്ടം എണ്ണപ്പന മറിച്ചിട്ടു. ചാലക്കുടിയിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് വന്ന KSRTC ബസ്സും ടാപ്പിംഗ് തൊഴിലാളികളുടെ വാഹനങ്ങളും റോഡിൽ കുടുങ്ങി. തുടർച്ചയായ കാട്ടാന ആക്രമണം മൂലം പ്ലാന്റേഷൻ തൊഴിലാളികൾ ദുരിതത്തിലാണ്. കാട്ടാന ശല്യം തടയാൻ പ്ലാന്റേഷൻ മാനേജ്മെന്റോ വനപാലകരോ നടപടിയെടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ദേശീയപാത കയ്പമംഗലം 12 റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രികൻ മരിച്ചു. ചളിങ്ങാട് പള്ളിനട സ്വദേശി മാമ്പറമ്പത്ത് സുനിൽകുമാറാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,015 രൂപ, പവന് 1,12,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാജ്യം നാളെ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തും. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും പരിശോധിക്കുമെന്ന് കായിക മന്ത്രി OJ ജനീഷ്. അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിന് സ്പോൺസറെ നിശ്ചയിച്ചത് ആവശ്യമായ പരിശോധനകളില്ലാതെയും ചട്ടങ്ങൾ പാലിക്കാതെയുമെന്നും മന്ത്രി. DYFI സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി തൃശൂർ. ഈ മാസം 19 മുതൽ 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമും സെക്രട്ടറിയായി M വിജിനും നേതൃനിരയിലേക്ക്. മണ്ണുത്തി കാളത്തോട് വൻ സ്പിരിറ്റ് വേട്ട. 3500 ലിറ്റർ സ്പിരിറ്റ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. മുളയത്ത് വാറ്റ് കേന്ദ്രത്തിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ 1200 ലിറ്റർ വാഷും 10 ലിറ്റർ ചാരായവും പിടികൂടി. തൃശൂർ കിഴക്കേക്കോട്ട ചെമ്പുക്കാവ് ഔട്ടർ റിംഗ് റോഡ് നവീകരണം വാഗ്ദാനത്തിലൊതുങ്ങിയതോടെ പെൻഷൻമൂല ജംഗ്ഷനിൽ വൻ ഗതാഗത കുരുക്ക്. പെൻഷൻമൂല ഉൾപ്പെടെ നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ അടിയന്തരമായി വികസിപ്പിക്കുമെന്ന് രാജൻ ജയപാലൻ MLA. സപ്ലൈകോ ജില്ലാതല ഓണം ഫെയറിന് തുടക്കമായി. വിവിധ വിഭാഗങ്ങളിലായി സ്പെഷ്യൽ കിറ്റുകൾ ഒരുക്കി സപ്ലൈകോ. തങ്ങാലൂരിൽ അമ്പലപ്പറമ്പിലും ബസ് സ്റ്റോപ്പിലുമായി കഴിഞ്ഞിരുന്ന വയോധികയുടെ സംരക്ഷണം ബന്ധുക്കൾ ഏറ്റെടുത്തു. TCB വാർത്തയെ തുടർന്നാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.